ഹായ്, ഞാൻ ജർഷിക് സാറാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ എടുക്കുന്നത് ഞാനാണ്. ബികോം BBA സബ്ജക്റ്റിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് മാനേജീരിയൽ എക്കണോമിക്സ്. നമ്മൾ +2 കൊമേഴ്സ് എടുത്തവർക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയുള്ള മറ്റൊരു പേപ്പറാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്, എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസ് എന്താണ് എന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇത്രയും മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. പിന്നീട് എക്കണോമിക്സ് വേഴ്സസ് മാനേജീരിയൽ എക്കണോമിക്സ്, എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് എന്നത് തമ്മിലുള്ള പഠനം, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് അതർ ഡിസിപ്ലിൻസ് ഓഫ് എക്കണോമിക്സ്, ബേസിക് എക്കണോമിക് ടൂൾസ് ഇൻ മാനേജ്മെൻറ്റ് എക്കണോമിക്സ്, ഇൻ ദ റോൾ ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾക്ക് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കുന്നത് എന്താണ് എക്കണോമിക്സ് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ +2 വരെയുള്ള പഠനത്തിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ് എന്നുള്ള അറിയുന്നില്ല. ചിലർക്കൊക്കെ അറിയാം, ചിലരൊക്കെ ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കോഴ്സ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നീഡ്സ്, നമ്മുടെ വാണ്ട്സ്, ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മളെ നീഡ്സും വാണ്ട്സിനും വേണ്ടിയിട്ടുള്ള നമ്മളുടെ നീഡ് എന്തൊക്കെയാണ്, നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ വേണം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിസോഴ്സസ് വേണം, അതിന് ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഹ്യൂമൻ വാണ്ട്സ് എന്നുള്ളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള സമയം നമ്മളുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ പേഴ്സണലി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പക്ഷേ റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ്. ആ റിസോഴ്സസ് അവൈലബിൾ ടു സാറ്റിസ്ഫൈ ദിസ് വാണ്ട്സ് ആർ സ്കേഴ്സ് ആർ ലിമിറ്റഡ്. അതിന് നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണെങ്കിൽ കൂടി നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. Okay, economic agents of society need to choose scarce resources among alternatives, based on choice and valuation of alternatives. നമ്മൾക്ക് അതിനനുസൃതമായിട്ട് ആൾട്ടർനേറ്റീവ്സിനെ കണ്ടെത്തുകയോ ആൾട്ടർനേറ്റീവ്സിനെ യൂസ് ചെയ്യുകയോ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഇതാണ് എക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഒരു എക്കോണമിയിലെ ബേസിക് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എത്രത്തോളം, എത്ര അളവിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് ഒരു എക്കോണമിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ എക്കണോമിക്സിലൂടെ കൂടുതലായിട്ടും പഠിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതലായിട്ടും നമുക്ക് എക്സാമുകളിൽ വൺ വേർഡായിട്ടൊക്കെ ചോദ്യങ്ങൾ കണ്ടുവരാറുള്ള ഒരു ഭാഗമാണ് ഈ ഡെഫിനിഷൻസ്, വെൽത്ത് ഡെഫിനിഷൻസ്, സ്കേഴ്സിറ്റി ഡെഫിനിഷൻസ്, അതുപോലെയുള്ള മാർഷൽ ഡെഫിനിഷൻസൊക്കെ. ഓക്കെ, ഫസ്റ്റ് വൺ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്.
അദ്ദേഹം പറയുന്നത് എ സയൻസ് വിച്ച് എൻഗേജസ് ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരു രാജ്യത്ത് വെൽത്തിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക്സ് എന്നുള്ളതാണ് അദ്ദേഹം വെൽത്ത് ഡെഫിനിഷനിലൂടെ പറയുന്നത്. എ സയൻസ് വിച്ച് എൻഗേജസ് ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. നമ്മുടെ രാജ്യത്തിൻ്റെ വെൽത്തിനെ കുറിച്ച്, അതിൻ്റെ നേച്ചറിനെ കുറിച്ച്, അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ആദം സ്മിത്തിൻ്റെ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ആദം സ്മിത്ത്, economics is the science which engages into the nature and cause of wealth of nations. ഇനി നമ്മുടെ ആദം സ്മിത്തിനെയാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്, ഹു ഇസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ആൻഡ് ആൻസർ ആദം സ്മിത്ത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മാർഷൽ ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ ഓർ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയും. നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻ വിച്ച് ഈസ് മോസ്റ്റ്ലി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ദി മെറ്റീരിയൽ റിക്വസിസ്റ്റ് ഓഫ് വെൽബീയിങ്. അതായത് നമുക്കറിയാം ആദം സ്മിത്ത് പറയുന്നത് വെൽത്ത് മാത്രമാണ് എക്കണോമിക്സിൻ്റെ സ്റ്റഡി ഒരു കൺസെപ്റ്റിൽ വരുന്നത്. മാർഷൽ പറയുന്നത് ബോത്ത് ദ മെൻ ആൻഡ് വെൽത്ത്, മാനും മനുഷ്യനും മനുഷ്യ വിഭവങ്ങളും മനുഷ്യൻ്റെ എല്ലാം, അതേപോലെ തന്നെ വെൽത്തും കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് മാർഷൽസ് ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, എക്കണോമിക്സ് സ്റ്റഡീസ് ബോത്ത് വെൽത്ത് ആൻഡ് മാൻ, എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ആക്ഷൻസ് വിച്ച് ഈസ് മോസ്റ്റ്ലി ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ യൂസ് ഓഫ് മെറ്റീരിയൽ റിക്വസിസ്റ്റ് ഓഫ് വെൽബീയിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് റോബിൻസ് ഡെഫിനിഷൻ ഓർ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയും. എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് വിച്ച് വി ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. നമ്മൾ പറഞ്ഞു എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെ സ്കേഴ്സിറ്റിയെക്കുറിച്ച്, അതായത് നമ്മുടെ വാൺസ് അൺലിമിറ്റഡും നമ്മുടെ സ്കേഴ്സിറ്റി, നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡുമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ആൾട്ടർനേറ്റീവ് യൂസസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നതെന്നാണ് റോബിൻസ് ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് ഈസ് മോഡേൺ ഡെഫിനിഷൻ. മോഡേൺ ഡെഫിനിഷൻസിനെ കുറിച്ചാണ്. അതിന് ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ടൈപ്പിലാണ് നമ്മൾ പഠിക്കുന്നത്. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ, അതായത് വെൽത്ത് ഡെഫിനിഷൻ, മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ, റോബിൻസിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, പിന്നീടുള്ളത് മോഡേൺ ഡെഫിനിഷൻ. മോഡേൺ ഡെഫിനിഷനിൽ നമ്മൾക്ക് 2 ഡെഫിനിഷൻസാണ് നമ്മൾ പഠിക്കുന്നത്. അക്കോർഡിംഗ് ടു ബെൻഹാം, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കൺട്രീസ് നാഷണൽ ഇൻകം. കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിൻ്റെ സൈസ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊക്കെയുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ബെൻഹാം മോഡേൺ ഡെഫിനിഷനായിട്ട് കൊടുക്കുന്നത്. ജാൻ കീൻസിൻ്റെ ഡെഫിനിഷനിലൂടെ പറയുന്നു, ദ സ്റ്റഡി ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സ്കേഴ്സ് റിസോഴ്സസിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഇൻകവും അവിടുത്തെ എംപ്ലോയ്മെൻറ്റ്, ജോലിയുടെ ലഭ്യതയും അനുസരിച്ചുള്ളതാണ്. അതിൻ്റെ ഒരു സ്റ്റഡിയെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്നാണ് ജാൻ കീൻസ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് മൈക്രോ എക്കണോമിക്സ്. ദിസ് ഇസ് ദ 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചസ് ആണ്, മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. എന്താണ് മാക്രോ എക്കണോമിക്സ്? എക്കണോമിയെ ആസ് എ വോൾ എന്ന കൺസെപ്റ്റിൽ, സ്റ്റഡി ഓഫ് ദ അഗ്രിഗേറ്റ് ഓഫ് ദ എക്കോണമി, ഒരു വോൾ എന്നുള്ള കൺസെപ്റ്റിൽ പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത്
മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് എല്ലാ ഒരു വോൾ കൺസെപ്റ്റായിട്ട് എടുത്തിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദ കൺട്രി. നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ളതല്ല പഠിക്കുന്നത്, നാഷണൽ ലെവലിൽ നാഷണൽ ഔട്ട്പുട്ട്, നാഷണൽ ഇൻകം, നാഷണൽ ജനറൽ പ്രൈസ് ലെവൽ, ഇത്രയും കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എക്കണോമിക് ഫിനോമിന അറ്റ് മൈക്രോ ലെവൽ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഓർ ഫാം ലെവൽ. ഒരു ഫേമിൻ്റെയോ ഒരു ഇൻഡിവിജ്വലിൻ്റെയോ അവരുടെ എക്കണോമിക്സിനെ കുറിച്ച്, അവരുടെ പ്രൈസ്, അവരുടെ ഔട്ട്പുട്ട്, അവരുടെ ഇൻഡിവിജ്വൽ മാർക്കറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. Okay, microeconomics is the study of how individual firms or consumers do and or should make economic decision taking constraint into account. Okay, ഇത്രയും കാര്യങ്ങളാണ്. വളരെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാനേജറിയൽ എക്കണോമിക്സ് എന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് എക്കണോമിക്സ് എന്നും എക്കണോമിക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻസും അതിൻ്റെ മാക്രോ മൈക്രോ എക്കണോമിക്സ് എന്ന അതിൻ്റെ ബ്രാഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ.